കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ മോശം പെർഫോമൻസിന് കാരണം ഡിഫൻസിന്റെ കാര്യക്ഷമതയില്ലായ്മയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നിലവിൽ ഇപ്പോൾ 11 മത്സരങ്ങൾ ISL ഈ സീസണിൽ പൂർത്തിയായപ്പോൾ 21 ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങിയ ISL ഈ സീസണിലെ ടീമാണ് ബ്ലാസ്റ്റേഴ്സ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഡിഫൻസിന്റെ പ്രശ്നങ്ങൾ. പല മത്സരങ്ങളും വിജയിക്കേണ്ട മത്സരങ്ങളായിരുന്നു. അവിടെ ഡിഫൻസിന്റെ പിഴവുകളും മറ്റ് പ്രശ്നങ്ങളും കാരണമാണ് പല മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. അതുപോലെ തന്നെ സമനിലയായി, വിജയിക്കേണ്ട മത്സരങ്ങൾ സമനിലയായി. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിനുണ്ട്. അതിനൊപ്പം തന്നെ കോച്ചിന്റെ തന്ത്രങ്ങളിലെ പാളിച്ചകൾ, ഓൾ ഔട്ട് അറ്റാക്കിന് പോകുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഗോളുകൾ വളരെ സിമ്പിളായിട്ട് വഴങ്ങുന്നു, കൗണ്ടർ അറ്റാക്കുകളെ പ്രതിരോധിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ബ്ലാസ്റ്റേഴ്സിനുണ്ട്. അപ്പൊ ഇതൊക്കെയാണെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗ് നിര, മുന്നേറ്റ നിര കാര്യക്ഷമമാണോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ശരിയാണ്, ഡിഫൻസിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗ് നിരയുടെ പ്രകടനം വലിയ കുഴപ്പമില്ല. 17 ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിന് അടിക്കാൻ സാധിച്ചിട്ടുണ്ട്. 21 ഗോളുകൾ വഴങ്ങിയെങ്കിലും 17 ഗോളുകൾ ഈ 11 മത്സരങ്ങളിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും പല നിർണായക സന്ദർഭങ്ങളിലും ഗോൾ നേടാൻ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരക്ക് സാധിച്ചിട്ടില്ല. അതുകൂടാതെ തന്നെ പറയുകയാണെങ്കിൽ വളരെ പ്രോപ്പറായുള്ള ബിൽഡപ്പ് വഴിയുള്ള അറ്റാക്കുകൾ, അതല്ലെങ്കിൽ സെറ്റ് പീസുകളിൽ നിന്ന് ഗോളുകൾ നേടുക, ഇത്തരം കാര്യങ്ങൾ ബ്ലാസ്റ്റേഴ്സ് പിന്നിലാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ കൺവേർഷൻ റേറ്റ് ആണെങ്കിലും കമ്പാരിറ്റീവ്ലി അത്ര ഹൈ അല്ല. കിട്ടുന്ന ചാൻസസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ ജീസസ് ഹിമിനസ് സക്സസ് ആണോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ ഗോളുകളുടെ എണ്ണം നോക്കുമ്പോൾ പൂർണ്ണമായും ഹിമിനസിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം 11 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകൾ നേടിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഹിമിനസിന് കിട്ടുന്ന ചാൻസസുകൾ വലിയ രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിനുപരിയായിട്ട് ഹിമിനസ് ഒരു പ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ വളരെ പിറകിൽ നിൽക്കുന്ന ഒരു പ്ലെയറാണ്. കാരണം ഇന്നത്തെ ഫുട്ബോളിൽ ഒരു ഹൈ പ്രസ്സിംഗ് ആണ്. എങ്ങനെയെങ്കിലും എതിരാളികളുടെ പക്കലിൽ നിന്ന് പന്ത് തട്ടിയെടുത്ത് ഗോളുകൾ നേടുക, അല്ലെങ്കിൽ പന്ത് തിരികെ പിടിച്ച് ഗോളുകൾ നേടുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ടാക്ടിക്സ്. പ്രത്യേകിച്ച് മിക്കൈൽ സ്റ്റാറെ കോച്ചായി വരുമ്പോൾ ആദ്യം നമ്മൾ കേട്ടിരുന്നത് അദ്ദേഹം ഒരു ഹൈ പ്രസ്സിംഗ് ഫുട്ബോളിന്റെ ആളാണ്, വക്താവാണ്, ഹൈ പ്രസ്സിംഗ് ഫുട്ബോളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതെന്നായിരുന്നു. പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ ജീസസ് ഹിമിനസിനെ പോലുള്ള ഒരു പ്ലെയറിന്റെ പ്രശ്നം, കാരണം അദ്ദേഹം പ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ്. ഒരു സൈലന്റ് ആയിട്ട് നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നാറ്. കാരണം ആൾക്ക് കറക്റ്റായിട്ട് ഒരു നല്ല പാസ് കൊടുക്കുകയാണെങ്കിൽ ഒരു 1 ടച്ച് ഫിനിഷിലൂടെ സ്കോർ ചെയ്യാനൊക്കെ പറ്റുന്ന പ്ലെയറാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും ആള് പിന്നോട്ട് വന്ന് പന്ത് ക്യാരി ചെയ്ത് കൊണ്ടുവന്ന് മുന്നോട്ട് വന്ന് അറ്റാക്ക് ചെയ്യാനൊക്കെ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു എഫേർട്ട് കാണുന്നില്ല. അതുകൂടാതെ തന്നെ എതിർ ടീമിന്റെ ഡിഫൻഡേഴ്സിനെ കബളിപ്പിച്ച് അല്ലെങ്കിൽ മറികടന്ന് സ്കോർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വലിയ നീക്കം നടത്തി സ്കോർ ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു സംഭവം ഒന്നും ജീസസ് ഹിമിനസിന്റെ ഭാഗത്തു നിന്ന് അധികം കണ്ടിട്ടില്ല. ചിലപ്പോൾ അദ്ദേഹം മുമ്പ് കളിച്ച ലീഗുകളിലൊക്കെ ആ രീതിയിലുള്ള പ്രകടനം ഉണ്ടായിരിക്കും, നമ്മളതൊക്കെ ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. പക്ഷേ നിലവിൽ ISL എത്തിയതിനു ശേഷം ഹിമിനസിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു എഫേർട്ട് കാണാനില്ല. പലപ്പോഴും ഒരു കിട്ടുന്ന അവസരങ്ങൾ ഗോളാക്കുക എന്നതിനുപരിയായി അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നില്ല പലപ്പോഴും. പിന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പം പെപ്രയെ നോക്കുകയാണെങ്കിൽ പെപ്ര കുറച്ചും കൂടെ ഹാർഡ് വർക്കിംഗ് ആയുള്ള ഒരു മുന്നേറ്റ നിരയിലുള്ള കളിക്കാരനാണ്. കാരണം പെപ്ര എപ്പോഴും പ്രസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, എതിർ ടീമിന്റെ ഡിഫൻസിൽ നിന്ന് പന്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കും, അധ്വാനിച്ച് കളിക്കുന്ന ഒരു പ്ലെയറാണ്. പിന്നോട്ട് വന്നിട്ട് ബോൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനൊക്കെ പെപ്രയ്ക്ക് വളരെ ഉത്സാഹമുള്ള ഒരു പ്ലെയറാണ്. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ പെപ്ര സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങി വന്നിട്ട് അദ്ദേഹം പരമാവധി അധ്വാനിച്ച് കളിക്കുന്ന ഒരു ഫീലാണ് കണ്ടത്. കാരണം വെറുതെ ഇരിക്കുന്നില്ല. അതുകൂടാതെ തന്നെ അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ നേടാൻ അവസരമില്ലായിട്ട് പോലും ഒരു ബൈസിക്കിൾ കിക്കിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. അപ്പൊ ഇങ്ങനെ ഒരു ഇത്തിരി വ്യത്യാസമുണ്ട് പെപ്ര. എനിക്ക് തോന്നുന്നു പെപ്രയെ പോലുള്ള ഒരു പ്ലെയറിനെ ആണ് ബ്ലാസ്റ്റേഴ്സ്, അല്ലെ ആ രീതിയിലുള്ള മൈൻഡ് സെറ്റ് ഉള്ള പ്ലെയേഴ്സിനെയാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടത്. കാരണം കൂടുതൽ ഗോളുകൾ അടിച്ചാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് എന്തെങ്കിലും നിലവിലെ സിറ്റുവേഷനിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഡിഫൻസ് അത്രയും മോശമാണ്, എപ്പോൾ വേണമെങ്കിലും ഗോളുകൾ വഴങ്ങാം. അപ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതൽ ഗോളുകൾ നേടി തുടക്കത്തിൽ തന്നെ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് പല മത്സരങ്ങളിലും മുന്നേറാൻ സാധിക്കും. അപ്പോൾ അത് നടക്കണമെങ്കിൽ ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡും കൂടെ വേണം. ഇപ്പൊ ലൂണയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ സീസണുകളിൽ കണ്ട പോലെയുള്ള ലോങ് റേഞ്ച് ഗോളുകളോ അല്ലെങ്കിൽ സെറ്റ് പീസ് ഗോളുകളോ ഒന്നും ഉണ്ടാകുന്നില്ല. അദ്ദേഹത്തിന് എന്തോ ആ ഒരു പഴയ മാജിക്കൽ ടച്ചിൽ കളിക്കാൻ പറ്റുന്നില്ല. അതൊരു 1 ടൈം വണ്ടേഴ്സ് എന്നുള്ള രീതിയിലുള്ള ഗോളുകളൊന്നും ലൂണയുടെ ഭാഗത്തൊന്നും വരുന്നില്ല. പിന്നെ നോഹയാണെങ്കിൽ എല്ലാവരും കറക്റ്റായിട്ട് മനസ്സിലാക്കി പൂട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പിന്നെ നോഹയാണെങ്കിലും ഒരു അസിസ്റ്റ് പ്രൊവൈഡർ, അല്ലെങ്കിൽ നല്ല ക്രോസുകൾ നൽകാനൊക്കെ മിടുക്കനായ ഒരു പ്ലെയറാണ്. അദ്ദേഹം ഇടയ്ക്ക് ലോങ് റേഞ്ച് ഗോളുകളൊക്കെ നേടാറുണ്ട്, ഒറ്റയ്ക്ക് ഓടി വന്നിട്ട് ഗോളുകൾ നേടാറുണ്ട്, അതായത് സോളോ റണ്ണുകൾ വഴി ഗോളുകൾ നേടാനൊക്കെ മിടുക്കനാണ്. പക്ഷെ നോഹയ്ക്ക് അമിത പ്രഷർ വരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും അവിടെ അങ്ങ് ഒതുക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് ലെഫ്റ്റ് വിങ്ങിൽ. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഹിമിനസിനെ പോലുള്ള ഒരു
സ്ട്രൈക്കർ കുറച്ചുകൂടെ ആക്ടിവേറ്റ് ചെയ്ത് കളിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. കാരണം കുറച്ചും കൂടെ പ്രസ്സിങ്ങിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നോഹയുടെ ക്രോസുകളൊക്കെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. പലപ്പോഴും അത് ഉണ്ടാവുന്നില്ല. അപ്പോൾ അത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഗോളുകൾ നേടാൻ പല സിറ്റുവേഷനിലും സാധിക്കുന്നില്ല. ഇപ്പം നമ്മൾ ഹൊർഹെ പെരേര ഡയസിനെ നോക്കുക. കഴിഞ്ഞ മത്സരത്തിൽ ബംഗളൂരുവിനെതിരെ എത്ര മികച്ച രീതിയിൽ ഹൈ പ്രസിംഗ് ഫുട്ബോളാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും എതിരാളികളെ പ്രകോപിപ്പിച്ച് പന്ത് തട്ടിയെടുക്കുക, ഗോൾ നേടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ അസിസ്റ്റ് നൽകാൻ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു 100% എഫേർട്ട്, കാരണം അല്പം കുറുക്കനെ പോലെ തന്നെ കളിക്കളത്തിൽ ഇറങ്ങേണ്ടതുണ്ട് ഇന്നത്തെ ഫുട്ബോൾ. അല്ലാതെ വളരെ എനിക്ക് എൻ്റെ അവസരം വരുമെന്ന് കാത്തിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ മാറേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഈ രീതിയിൽ നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗ് നിരയിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വരേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഡിഫൻസ് അട്ടർ ഫ്ലോപ്പാണ്. പക്ഷെ അതിനർത്ഥം നമ്മുടെ അറ്റാക്കിംഗ് നിര അല്ലെങ്കിൽ മുന്നേറ്റ നിര അത്ര സൂപ്പർ ആണെന്നുള്ള ഒരു അർത്ഥവുമില്ല. ഇനിയും ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഈ ഒരു മേഖലയിൽ വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ താരങ്ങൾക്ക് ഗോളുകൾ കണ്ടെത്താൻ പറ്റില്ല. ആകെ ഒരു ഗോൾ നേടിയിരിക്കുന്നത് KP രാഹുൽ മാത്രമാണ്. രാഹുൽ ആണെങ്കിൽ ഒരു സമ്മാനം പോലെ കിട്ടിയ ഒരു പാസിൽ നിന്നാണ് ആ ഒരു ഗോൾ നേടിയത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മുന്നേറ്റ നിരയിലും പ്രശ്നങ്ങളുണ്ട്. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയുടെ പെർഫോമൻസ് ഇനിയും ഉയർന്നാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സീസണിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ നൽകാൻ പറ്റുള്ളൂ. കാരണം ഒരു സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു മുന്നേറ്റ നിരയിൽ ഒരു പ്രധാനപ്പെട്ട താരം എന്നുള്ള രീതിയിൽ ഒരു കുറച്ചും കൂടി ഒരു ഓൾറൗണ്ട് ഫുട്ബോൾ കളിക്കേണ്ടത് അത്യാവശ്യകതയുണ്ട്. അല്ലാതെ എൻ്റെ അവസരം വരുന്നു, ഞാൻ ആ സമയത്ത് മാത്രമേ സ്കോർ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതുവരെയുള്ള മത്സരങ്ങൾ കണ്ടപ്പോൾ തോന്നിയതാണ്. പ്രത്യേകിച്ച് ജീസസ് ഹിമിനസിനെയും പെപ്രയും ഒന്ന് കമ്പയർ ചെയ്ത് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം പെപ്രയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള പ്ലെയേഴ്സ് ആണ് നമുക്ക് വേണ്ടതെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത മത്സരങ്ങളിലൊക്കെ പെപ്രയെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറക്കി ഹിമിനസിനെ സെക്കൻഡ് ഹാഫിൽ ഇറക്കിയാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഹിമിനസ് വന്ന് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ഫ്രഷ് ലെഗിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലെയറാണ്. പക്ഷെ പെപ്ര അങ്ങനെയല്ല. ഫസ്റ്റ് മുതൽ ഒരു ടീമിന്റെ ടാക്ടിക്സ് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കും. ഒരു ഹൈ പ്രസിംഗ് ഫുട്ബോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഞാനിപ്പം പറഞ്ഞ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക.